بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وعسى أن تكرهوا شيئا وهو خير لكم وعسى أن تحبوا شيئا وهو شر لكم والله يعلم وأنتم لا تعلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിക കുടുംബം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ നിഷിദ്ധമായ വിവാഹ ബന്ധങ്ങളെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വിശദീകരിക്കപ്പെട്ടത്. ഇസ്ലാമികമായ നിലക്ക് ഒരു വിവാഹം നടക്കുമ്പോൾ അതിൻ്റെ മുൻപേ വിവാഹിതരാവാൻ പോകുന്ന ആളുകൾ, സ്ത്രീയും പുരുഷനും പരസ്പരം കാണണം എന്നതാണ് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്തങ്ങളായ രണ്ട് രീതികൾ ഈ വിഷയത്തിൽ നിലവിലുണ്ട്. ഒന്ന്, പഴയ കാലഘട്ടത്തിലുണ്ടായിരുന്നൊരു സമ്പ്രദായമാണ്, ഇന്ന് അത് എടുത്തുപോയി എന്ന് വേണമെങ്കിൽ പറയാം. വിവാഹിതരാകാൻ പോകുന്ന സ്ത്രീ പുരുഷന്മാർ തീരെ കാണാൻ അവസരം നൽകാതെ വിവാഹത്തിന്റെ ശേഷം മാത്രം അവർ പരസ്പരം കാണുന്ന ഒരു സമ്പ്രദായം പഴയ കാലത്തുള്ള മുതിർന്ന തലമുറയിൽപ്പെട്ട സ്ത്രീകളോടും പുരുഷന്മാരോടുമൊക്കെ ചോദിച്ചാൽ പലപ്പോഴും അവര് പറയും, വാപ്പ പോയി കണ്ടു, അല്ലെങ്കിൽ അമ്മാമൻ കണ്ടു, കാർന്നോര് കണ്ടു, അവരങ്ങുറപ്പിച്ചു, അതിലപ്പുറം വിവാഹത്തിന്റെ ശേഷമാണ് ഞങ്ങൾ ആദ്യമായി കാണുന്നത് എന്നൊക്കെ പല ആളുകളും അവരുടെ പഴയകാല ഓർമ്മകൾ പുതുക്കാറുണ്ട്. അങ്ങനെ തീരെ കാണാൻ അവസരമില്ല, ബന്ധുക്കൾ എന്താണോ തീരുമാനിക്കുന്നത് അതങ്ങ് സമ്മതം മൂളുക എന്ന രൂപത്തിൽ നടപ്പിലുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നതിന് മാറ്റം വന്നു കഴിഞ്ഞു. എന്നാൽ വേറൊരു വിഭാഗം ആളുകൾ ഇതിൽ വളരെ അതിരുകവിഞ്ഞ ആളുകളാണ്. അവർ ഇസ്ലാമിന് വിരുദ്ധമായ നിലക്കുള്ള സംസ്കാരമാണ് ഈ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ കാണുക മാത്രമല്ല, വിവാഹത്തിന്റെ മുമ്പേ വൈവാഹിക ജീവിതം എന്തിനു വേണ്ടിയാണോ ഇസ്ലാം നിശ്ചയിച്ചതെങ്കിൽ പരിപാവനമായ ആ അതിർത്തി പോലും ലംഘിച്ചുകൊണ്ട് വിവാഹത്തിന്റെ മുമ്പ് തന്നെ അവർ പരസ്പരം അനുഭവിക്കുകയും ഏറെക്കാലം ഒപ്പം നടന്ന് പിന്നെ അവസാനം ഒരു ചടങ്ങെന്ന നിലക്കൊരു വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന
പൈശാചികമായ നിലക്കുള്ള ഇടപെടലുകളും ഇന്ന് ലോകത്ത് എമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് നമ്മൾ പാശ്ചാത്യൻ സംസ്കാരം, വെസ്റ്റേൺ കൾച്ചർ, അല്ലെങ്കിൽ യൂറോപ്യൻ സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് മുദ്രകുത്തിയിരുന്ന, വിവാഹത്തിന്റെ മുമ്പേ സ്ത്രീ പുരുഷന്മാർ രതിസുഖം പോലും അനുഭവിക്കുന്ന ഒരു ദുരന്തം ഇന്ന് നമ്മുടെ കേരളത്തിലേക്കും കടന്നു വന്നിട്ടുണ്ട്. അതൊന്നും ഇന്നൊരു വിഷയമേ അല്ല. വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ഭാര്യ ഭർത്താക്കളെ പോലെ തന്നെ ജീവിക്കുന്നു, പിന്നൊരു ചടങ്ങെന്ന നിലക്കൊരു വിവാഹം നടക്കുന്നു എന്നതല്ലാതെ വൈവാഹിക ജീവിതത്തിന്റെ മുമ്പ് തന്നെ എല്ലാ അർത്ഥത്തിലും മ്ലേച്ഛമായ നിലക്കുള്ള ഇടപെടലുകൾ നടക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുകയാണ് വധൂവരന്മാരുടെ രക്ഷിതാക്കൾ എന്ന് വിവാഹം ഉറപ്പിച്ചു എന്ന് പറയപ്പെടുന്ന ആളുകൾക്കിടയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടിന്റെയും ഇടക്കാണ് ഇസ്ലാം നിലകൊള്ളുന്നത്. പണ്ടുകാലത്തെ പോലെ തീരെ അങ്ങനെ കാണാനും അതൊന്നും നീ നോക്കണ്ട, ഞങ്ങൾ അങ്ങ് ഉറപ്പിച്ചത് തീരുമാനിച്ചാൽ മതി എന്ന് പറയുന്ന കാര്യത്തോടും ഇസ്ലാമിന് യോജിപ്പില്ല. എന്നാൽ എല്ലാ രംഗത്തും ഈ രംഗത്ത് താനൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒരു ചെറുക്കനെ ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടു, പിന്നെ അവര് കുറെ കാലം ഒന്നിച്ചൊക്കെ നടന്ന് അവർക്ക് വേണ്ടതെല്ലാം ആസ്വദിച്ചും അനുഭവിച്ചും കഴിഞ്ഞതിന്റെ ശേഷം സർവതന്ത്ര സ്വതന്ത്രന്മാരായി ജീവിച്ച് പിന്നീട് അവസാനം ഒരു വിവാഹം എന്ന് പറയുന്നത് വെറുതെ ഒരു ചടങ്ങ് മാത്രം നിർവഹിക്കുകയും ചെയ്യുന്ന പൈശാചികമായ സർവതന്ത്ര സ്വതന്ത്രവാദവും ഇസ്ലാമിന് അന്യമാണ്. ഇസ്ലാം പറയുന്നു, വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീ പുരുഷന്മാര് പരസ്പരം കാണാം. അതിന് ഇസ്ലാം ചില ഉപാധികളോടുകൂടി കാണാൻ അവസരം നൽകിയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് ഒരു സ്ത്രീ കടന്നു വരികയാണ്. അവര് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളെ ഭാര്യയായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞിട്ടാണ് ഒരു വനിത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിലേക്ക് കടന്നു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ നോക്കി, ഫനളറ ഇലൈഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നോക്കി, ഫസഅദ അൻ-നളറ ഇലൈഹ വസവ്വബഹു സുമ്മ തഅറസഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നന്നായി നോക്കി, നോട്ടം അവരിൽ കേന്ദ്രീകരിച്ചു. അതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല താഴ്ത്തി. എന്ന് പറഞ്ഞാൽ പ്രവാചകന് ആ വിവാഹം ഇഷ്ടപ്പെട്ടില്ല. അതിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീയെ ഒരു പുരുഷൻ കാണേണ്ടതുണ്ട്. അങ്ങനെ കാണൽ ഇസ്ലാമികമായ സംസ്കാരമാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖതബ അഹദുകുമുൽ മർഅത ഫഇൻ ഇസ്തതാഅ അൻ യൻദുറ മിൻഹാ ഇലാ മാ യദ്ഉ ഇലാ നികാഹിഹാ ഫൽയഫ്അൽ. അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നിങ്ങളിൽ ഒരാൾ ഒരു സ്ത്രീയെ വിവാഹം അന്വേഷിക്കുകയാണെങ്കിൽ, അവളെ വിവാഹം കഴിക്കണമെന്ന് ഏകദേശം ഒരു തീരുമാനത്തിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ വിവാഹം കഴിക്കണമെന്നൊരു തീരുമാനത്തിലെത്തിയാൽ, അങ്ങനെ തീരുമാനമുണ്ടെങ്കിൽ ഫൈൻ ഇസ്തതാഅ അൻ യൻദുറ മിൻഹാ ഇലാ മാ യദ്ഉ ഇലാ നികാഹിഹാ, അവളെ വിവാഹം കഴിക്കാൻ ആവശ്യമായ നിലക്ക് അവന്റെ സ്വപ്നങ്ങൾ അവളിൽ ഉണ്ടെങ്കിൽ ഫൽയഫ്അൽ, അവൻ അപ്രകാരം ചെയ്യട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പൊ വിവാഹിതരാവാൻ ഉദ്ദേശിക്കുന്നയാളോട് ഒരു സ്ത്രീയെ തനിക്ക് ഇഷ്ടപ്പെടാൻ ആവശ്യമായത് അവളിലുണ്ടോ എന്ന നിലക്ക് അവളെ നോക്കൽ ഇസ്ലാം അനുവദിച്ചിരുന്നിരിക്കുകയാണ്. ഒരു അന്യ സ്ത്രീയെ ഒരു പുരുഷന് നോക്കാൻ പാടില്ലല്ലോ. എന്നാൽ യാദൃച്ഛികമായി നോക്കി രണ്ടാമതും ആവർത്തിച്ചുള്ള നോട്ടം നിഷിദ്ധമാണല്ലോ. എന്നാൽ ഇവിടെ ഇസ്ലാം വിവാഹത്തിന് ഉദ്ദേശിക്കുന്ന ഒരു പുരുഷൻ അവൻ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീയെ കാണാനും ആവർത്തിച്ച് വേണ്ടി വന്നാൽ ആവർത്തിച്ച് വീണ്ടും ആ ഉദ്ദേശപൂർവം തന്നെ താൻ ഇഷ്ടപ്പെടുന്ന നിലക്കുള്ള ഒരു സ്ത്രീയാണോ അവൾ എന്ന് ബാഹ്യമായി അവന് നോക്കാവുന്നതാണ് എന്ന് ഇസ്ലാം അനുവാദം നൽകിയിരിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവത്തിൽ നമുക്ക് കാണാം, ഒരാള് അൻസാരി
വനിതകളിൽപ്പെട്ട ഒരു സഹോദരിയെ വിവാഹമന്വേഷിച്ചു. അൻസാറുകളിൽപ്പെട്ട ഒരു സഹോദരിയുമായിട്ടുള്ള വിവാഹത്തിന് തീരുമാനിച്ചപ്പോൾ വിവാഹമന്വേഷിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബിയോട് ചോദിച്ചു, അനളർത ഇലൈഹ, നീ അവളെ കണ്ടിട്ടുണ്ടോ? നീ അവളെ നോക്കിയിട്ടുണ്ടോ? ഖാല ലാ, അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ നോക്കിയിട്ടില്ല. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ഫദ്ഹബ് ഫൻദുർ ഇലൈഹ, നീ പോകണം, അവളെ കാണണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫഇന്ന ഫീ അയ്യുനിൽ അൻസാരി ശൈആ, അൻസാരി വനിതകളുടെ കണ്ണുകളിൽ ചിലതുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണൽപ്പം ചെറുതാണെന്നോ അതല്ലെങ്കിൽ ആ കണ്ണിന്റെ കളറിൽ ചില വ്യത്യാസമുണ്ട് എന്നോ, അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണം എന്നില്ല, ഇഷ്ടപ്പെടുന്നവരുണ്ടാകും. അതുകൊണ്ട് തന്നെ നീ കാണണം, കണ്ടിട്ട് നിനക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം നീ വിവാഹം കഴിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിയോട് പറഞ്ഞത്. മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം, ഉൻദുർ ഇലൈഹ, നീ അവളെ നോക്കണം, ഫഇന്നഹു അഹ്റാ അൻ യുഅദമ ബൈനകുമാ, നിങ്ങൾക്കിടയിൽ ബന്ധം സുദൃഢമാകുവാനും നിങ്ങൾക്കിടയിൽ ചേർച്ചയോടെ നിങ്ങൾക്കുള്ള ബന്ധം നിലനിൽക്കുവാനും അത് ആവശ്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പൊ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീ പുരുഷന്മാർ പരസ്പരം കണ്ട് ഇഷ്ടപ്പെടൽ, അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ കാണലും, അങ്ങനെ അവർക്ക് ഇഷ്ടമാണെങ്കിലാണ് വിവാഹം നടത്തേണ്ടത്. ഇനി ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, എവിടെയെല്ലാം കാണാം എന്നത് പണ്ഡിത ലോകം ചർച്ച ചെയ്തിട്ടുണ്ട്. ദഹബൽ ജംഹൂർ മിനൽ ഉലമാ, പണ്ഡിതന്മാരിൽ നിന്ന് മഹാഭൂരിപക്ഷവും അഭിപ്രായപ്പെട്ടത്, ഇലാ അന്ന റജുല യൻദുറു ഇലൽ വജ്ഹി വൽ കഫൈനി ലാ ഗൈർ, വിവാഹിതനാവാൻ ഉദ്ദേശിക്കുന്ന ഒരു പുരുഷന് അവൻ ഉദ്ദേശിക്കുന്ന ആ പെൺകുട്ടിയെ അതല്ലെങ്കിൽ ആ സ്ത്രീയെ അവളുടെ മുഖവും മുൻകൈയും കാണാം. എന്നിട്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചു, ലിഅന്നഹു യുസ്തദല്ലു ബിന്നളിരി ഇലൽ വജ്ഹി അലൽ ജമാലി അവിദ്ദമാമ, മുഖം കണ്ടാൽ തന്നെ, മുഖം നോക്കിയാൽ തന്നെ ഒരു പുരുഷന് മനസ്സിലാക്കാം സൗന്ദര്യമുള്ളവളാണോ വിരൂപിയാണോ, അത് മുഖത്തുനിന്ന് പ്രകടമാകും. വൈലൽ കഫൈനി, മുൻകൈകൾ നോക്കുന്നതിലൂടെ അലാ ഹുസൂബത്തിൽ ബദനി ഔ അദ്മിഹാ, അവളുടെ ശാരീരികമായിട്ടുള്ള ശരീരത്തിന്റെ അവസ്ഥ അവളുടെ കൈകളിൽ നിന്ന് വ്യക്തമായിക്കൊള്ളും. അതുകൊണ്ട് അത്രയും നോക്കിയാൽ മതി. ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാരൊട്ടേറെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഒരാള് ഒരു സ്ത്രീയെ കണ്ടു, അതുപോലെ തന്നെ അവൾ ഇങ്ങോട്ടും, അവൾക്കും അതേപോലെ തന്നെ ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട്. ഒരു സ്ത്രീയെയും നിർബന്ധിക്കാൻ പാടില്ല അവൾ ഇഷ്ടപ്പെടാത്ത ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, നിങ്ങളുടെ പെൺമക്കളെ നിങ്ങൾ അവൾക്കിഷ്ടമില്ലാത്ത വിരൂപികളായ ആളുകളെ കൊണ്ട് കല്യാണം കഴിക്കാൻ നിർബന്ധിക്കരുത്. കാരണം ഒരു പുരുഷന് ഒരു സ്ത്രീയിൽ ആകൃഷ്ടരാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെയും അതുപോലെ തന്നെ ഒരു സ്ത്രീക്ക് പുരുഷന്റെ കാര്യത്തിൽ ഇങ്ങോട്ടും അവകാശമുണ്ട്. പുരുഷൻ ഒരു സ്ത്രീയെ ഇഷ്ടപ്പെടൽ അവന്റെ അവകാശമാണല്ലോ, അതേപോലെ ഒരു സ്ത്രീക്ക് പുരുഷനെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടൽ അവളുടെയും അവകാശമാണ്. അതുകൊണ്ട് അങ്ങോട്ട് മാത്രമേ കാണാവൂ, ഇങ്ങോട്ട് കാണാൻ പാടില്ല എന്ന് പറയാവതല്ല, രണ്ടു കൂട്ടരും പരസ്പരം കാണേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ ഇസ്ലാം പറഞ്ഞു ഒറ്റക്കാവാൻ പാടില്ല, ഉപാധികളുണ്ട്. അങ്ങനെ കാണുന്നതിന് ഉപാധിയുണ്ട്. ഒരു സ്ത്രീയും ഒരു പുരുഷനും മറ്റാരുമില്ലാത്ത ഒരിടത്ത് ഒറ്റക്കായിക്കൊണ്ടല്ല അവർ കാണേണ്ടത്. പൊതുവെ തന്നെ ഇസ്ലാമിന്റെ നിയമമാണ്, മൊത്തത്തിലുള്ള നിയമമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ വമഅഹാ ദൂ മഹ്റമിൻ, ഒരു സ്ത്രീയും പുരുഷനും ഒരിടത്ത് ഒറ്റക്കാവാൻ പാടില്ല, വിവാഹബന്ധം നിഷിദ്ധമായ ഒരു ബന്ധുവിന്റെ കൂടെ അല്ലാതെ. അപ്പൊ വിവാഹബന്ധം നിഷിദ്ധമായ ആളുകൾക്കാണല്ലോ മഹ്റം എന്ന് പറയുന്നത്. അവളുടെ ബാപ്പ, അതല്ലെങ്കിൽ ആങ്ങള, അതല്ലെങ്കിൽ എളാപ്പ, അല്ലെങ്കിൽ മൂത്താപ്പ, അങ്ങനെ ആ രൂപത്തിൽ അവളെ വിവാഹം കഴിക്കൽ നിഷിദ്ധമായ ആളുകൾക്കാണല്ലോ മഹ്റം.
ബന്ധുക്കൾ എന്ന് പറയുന്നത് അത്തരം ബന്ധുക്കളുടെ സാന്നിധ്യത്തിലായിരിക്കണം കാണുന്നതും അതുപോലെ തന്നെ അവരുമായി ഇടപഴകുന്നതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യഖ്ലുവന്ന ബിംറഅത്തിൻ ലൈസ മഅഹാ ദു മഹ്റമിൻ മിൻഹാ ഫഇന്ന സാലിസഹുമ അശ്ശൈത്താൻ. നിങ്ങളിൽ ഒരാൾ അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവനാണെങ്കിൽ, ആര് അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണോ എങ്കിൽ ഫലാ യഖ്ലുവന്ന ബിംറഅത്തിൻ ലൈസ മഅഹാ ദു മഹ്റമിൻ മിൻഹാ, അവളുടെ മഹ്റമിന്റെ കൂടെയല്ലാതെ ഒരു അന്യസ്ത്രീയുമായി ഒറ്റക്കാവാൻ പാടില്ല. കാരണം അവിടെ മൂന്നാമനായിക്കൊണ്ട് ശൈത്താൻ ഉണ്ടാകും. അതുകൊണ്ട് ഇസ്ലാം ഉപാധികളോടുകൂടി സ്ത്രീ പുരുഷന്മാർക്ക് വിവാഹാലോചന സമയത്ത് ഇഷ്ടപ്പെടുന്നോ എന്നറിയാൻ വേണ്ടി നോട്ടം അനുവദിച്ചിട്ടുണ്ട്. വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചാണ് ഈ നോട്ടൊക്കെ. അല്ല ഒരാൾ വിവാഹം പെണ്ണുകാണാൻ നടക്കുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കണ്ടു നടക്കാൻ പറ്റുമോ? അത് പറ്റൂല. ഇതൊരു തൊഴില്. അങ്ങനെ കുറെ ഇങ്ങനെ കാണാൻ പറ്റെങ്കിൽ നോക്കാം. അതല്ല, ഏകദേശം ഒരു ധാരണയിൽ എത്തിക്കഴിഞ്ഞാലാണ് കാഴ്ച. ഏകദേശം ഒരു ധാരണയിൽ എത്തിക്കഴിഞ്ഞാലാണ് കാണിച്ചു കൊടുക്കേണ്ടതും. അത് തന്നെയും കൂട്ടുകാരൊന്നിച്ച് കാണാൻ പോകുന്ന സ്ത്രീയാണെന്നുള്ളത്. ഒരുപാട് ആളുകൾ പെണ്ണ് കാണാൻ പോവുകയാണ്. എല്ലാവരും കൂടി ഇവളെ കല്യാണം കഴിക്കാൻ പോവുക. കുറേ ആളുകൾ ഒന്നിച്ചെന്നിട്ട് ഇങ്ങനെ വീട്ടിൽ പോയിരുന്നിട്ട് പെണ്ണ് അവരെ മുമ്പിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരണം. ഇത് ഇസ്ലാം ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ഒരു രക്ഷിതാക്കളും അങ്ങനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യരുത്. വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന അയാൾക്ക് കാണാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക. അത് തന്നെ അവർ അടഞ്ഞൊരു റൂമിലല്ല, ബന്ധുക്കൾ കുറച്ചിപ്പുറത്തേക്ക് മാറി നിന്ന് ബന്ധുക്കളുടെ ഒരു സാന്നിധ്യമുണ്ടെന്ന നിലക്ക് അവർക്ക് കാണാം, സംസാരിക്കാം. സ്പർശനം അനുവദിച്ചിട്ടില്ല. അനാവശ്യമായ സംസാരങ്ങൾ ശേഷവും അനുവദിച്ചിട്ടില്ല. ഇന്നതല്ല, ഇന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഉറപ്പിച്ചാൽ തന്നെ ചിപ്പാ കൊടുക്കുന്നത്, പിന്നെ മൊബൈൽ കൊടുത്തു, പിന്നെ സംസാരം തന്നെയാണ്. പിന്നെ വിവാഹം നടക്കുന്നതിന് മുമ്പേ പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർത്തു. പിന്നെന്താ ഇനി കല്യാണം? എല്ലാം കഴിഞ്ഞു. അതൊക്കെ നമ്മുടെ നാട്ടിൽ അതൊക്കെ ഒരു ഫാഷനായി മാറി. കൂടെ പോക്കും ഒരുമിച്ച് നടക്കലും പോകലും പാർക്കിലും എല്ലാ സ്ഥലങ്ങളിലും അവര് പോകുന്നു, ഷോപ്പിങ്ങിന് പോകുന്നു, എല്ലാം. അതെന്താ? പറഞ്ഞുറപ്പിച്ചതാണെന്നാ. ഏത് ശൈത്താനായത് പഠിപ്പിച്ചത്? പറഞ്ഞുറപ്പിച്ചാൽ ശരിയായി. പറഞ്ഞുറപ്പിച്ചാൽ നിക്കാഹ് കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. അവൾ അന്യ പെണ്ണ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിവാഹത്തിന്റെ മുമ്പുള്ള ആ നിലക്കുള്ള സംസാരങ്ങളും ഒരുമിച്ചുള്ള പുറത്തുപോക്കും അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇസ്ലാം നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. ഫോട്ടോ കൈമാറുന്ന രീതി പോലും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പലപ്പോഴും അങ്ങനെയാണ്. ഫോട്ടോകൾ ഇങ്ങനെ നിർബാധം ഇന്നിപ്പോ നെറ്റിലിങ്ങനെ കമ്പോളത്തിൽ സോഷ്യൽ മീഡിയകളിൽ മൊത്തത്തിൽ അങ്ങ് ഇട്ടിരിക്കുകയാണ്. വിവാഹപ്രായമായ ഇത്ര നല്ല ഫെയറായ പെണ്ണുണ്ട് അല്ലെങ്കിൽ ആളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ പല പോസുകളിലുള്ള പല ഫോട്ടോകളും സോഷ്യൽ മീഡിയകളിൽ പരസ്യമായിടുന്നത് കാണാം. അനുവദനീയമല്ല. ഫോട്ടോ കണ്ടിട്ടല്ലെങ്കിലും ഒരാൾക്ക് വിവാഹത്തിനൊട്ട് സമ്മതിക്കാനും കഴിയൂല. കാരണം ഫോട്ടോയിൽ നല്ല ഭംഗിയുണ്ടാകും, കണ്ടാതുണ്ടാവില്ല. ചില ആൾക്കാർ നേരെ മറിച്ചും ഉണ്ടാവും. അതുകൊണ്ട് ഇസ്ലാം പറയുന്നത് കാണാനാണ് ഇസ്ലാം പറയുന്നത്. കണ്ട് ഇഷ്ടപ്പെടുക, അവരിങ്ങോട്ടും അങ്ങോട്ടും കണ്ട് ഇഷ്ടപ്പെടുക. അല്ലാത്തതൊക്കെ വഞ്ചനക്ക് സാധ്യതയുണ്ട്. ഫോട്ടോയിൽ ശരിക്കും മനസ്സിലാകൂല. മാത്രമല്ല സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ ഇങ്ങനെ ഫോട്ടോകൾ കൈമാറിക്കഴിഞ്ഞാൽ അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ ഫോട്ടോ പിന്നെ അവിടെ തന്നെ അയാളുടെ കയ്യിൽ പലരും കാണാണ്, പലർക്കും കാണിച്ചു കൊടുക്കാണ്. അത് ദുരുപയോഗം ചെയ്യുന്നൊരു കാലഘട്ടം. അതുകൊണ്ട് സോഷ്യൽ മീഡിയകളിൽ ഒരിക്കലും അത്തരത്തിലുള്ള ഫോട്ടോകൾ സെൻഡ് ചെയ്യുകയോ ഫോർവേഡ് ചെയ്യുകയോ ചെയ്യരുത്. വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇഷ്ടം പോലെ ഈ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അനർഹരായ ആളുകൾ കാണുകയും കൈകാര്യം ചെയ്യുകയും ആ രൂപത്തിലുള്ള പല അപകടങ്ങളും സ്വാഭാവികമായും ഇന്ന് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറയുന്നു, നിനക്കവളുടെ മുഖവും കൈയും ആ നിലക്കുള്ള മൊത്തത്തിൽ അവളെ നിനക്ക് ഇഷ്ടമാകുന്ന നിലക്കുള്ള, ഇഷ്ടമാണോ അല്ലേ എന്നറിയാവുന്ന നിലക്കുള്ള, ഇസ്ലാമിന്റെ അതിർവരമ്പുകൾ ലംഘിക്കാത്ത നിലക്കുള്ള ഒരു കാഴ്ച നിനക്കവളെ കാണാം.
കൂടുതലായി അറിയാനും അന്വേഷിക്കാനുമൊക്കെ നിന്റെ കുടുംബത്തിലെ പക്വതയാർന്ന ഏതെങ്കിലും സ്ത്രീകളെ പറഞ്ഞേക്കുക. അവർക്ക് അന്വേഷിക്കാമല്ലോ, അവർക്ക് എല്ലാ നിലക്കും അന്വേഷിക്കാമല്ലോ. അതുകൊണ്ട് തന്നെ അതൊക്കെയും ഇസ്ലാം ഒരിക്കലും വിരോധിച്ച കാര്യങ്ങളല്ല. കുടുംബത്തിൽ ബന്ധുക്കളായ നല്ലവരെ പറഞ്ഞയക്കണം, നല്ല പെണ്ണുങ്ങൾ പറഞ്ഞയക്കണം, തഖ്വയുള്ള പെണ്ണുങ്ങൾ പറഞ്ഞയക്കണം. അസൂയക്കാരികളാവരുത്. അതുപോലെ തന്നെ ഗീബത്തും പരദൂഷണവും എന്ന് പറയുന്ന പെണ്ണുങ്ങളാവരുത്. ഉള്ളതുപോലെ നോക്കി പറയും എന്ന് വിശ്വാസമുള്ള ആളുകളെയാണ് പെണ്ണുങ്ങൾ പറഞ്ഞയക്കേണ്ടത്. ഇനി അതുമല്ല, നേർക്കുനേരെ കാണുന്നതിന്റെ മുമ്പ് ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് ആ സ്ത്രീ അറിയാതെ കാണാൻ കഴിയുമെങ്കിൽ അതിനും ഇസ്ലാം വിരോധം ഏർപ്പെടുത്തിയിട്ടില്ല. ചിലപ്പോൾ അതായിരിക്കും നല്ലത്. കാരണം വീട്ടിലൊക്കെ ചെന്ന് ഇങ്ങനെ കണ്ട് ഇഷ്ടായില്ലാണ് ആ പെൺകുട്ടിയോട് പറയുന്നത്, അതല്ലെങ്കിൽ അവരുടെ വീട്ടുകാരോട് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസികമായ വിഷമത്തേക്കാൾ ഒരു വേള നല്ലത് ആദ്യം കാണാൻ ഏതെങ്കിലും നിലക്ക് അവരറിയാത്ത അവസരങ്ങൾ ഉണ്ടാകുമെങ്കിൽ അതായിരിക്കും നല്ലത്. സഹാബിമാരങ്ങനെ ചെയ്തിട്ടുമുണ്ട്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാന്റെ റസൂൽ നിർദ്ദേശിച്ചപ്പോൾ ആ സംഭവത്തിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒരു വിവാഹം അന്വേഷിച്ചപ്പോൾ ആ സമയത്ത് ഞാൻ അവൾക്ക് വേണ്ടി അവൾ അറിയാതെ ഒഴിഞ്ഞൊരു ഭാഗത്ത് നിന്നുകൊണ്ട് അവൾ അറിയാതെ തന്നെ ഞാൻ അവളെ വീക്ഷിക്കുകയുണ്ടായി. അവൾ അറിയാതെ തന്നെ ഞാൻ അവളെ വീക്ഷിച്ച് അവളെ എനിക്ക് വിവാഹം കഴിക്കാൻ യോജിച്ചതാണ് എന്ന് മനസ്സിലാകുന്നത് വരെ ഞാനങ്ങനെ നോക്കി. അവസാനം എനിക്കത് ഇഷ്ടപ്പെട്ടു, എനിക്കവർ ഫിറ്റാണ്, എനിക്കവർ അനുയോജ്യയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അവരെ വിവാഹം കഴിക്കുകയുണ്ടായി എന്ന് മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി ഉദ്ധരിച്ചതായി ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ ഇസ്ലാം അനുവദിച്ചു തന്നിരിക്കുന്നത് ഒരു വലിയ ബന്ധത്തിലേക്കാണ് ഇത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ അവർ കാണുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യാം, സംസാരിക്കാം, അത്യാവശ്യം കാര്യങ്ങൾ. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബന്ധുക്കളുടെ നിരീക്ഷണമുള്ള സ്ഥലത്ത് വെച്ച്, അതല്ലാതെ ഒറ്റക്കല്ല, ഇസ്ലാമികമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അവർക്ക് കാണുകയും സംസാരിക്കുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്ത് ഇസ്ലാം അവർക്ക് ഇഷ്ടമായെങ്കിൽ മാത്രമാണ് വിവാഹം കഴിച്ചുകൊള്ളാൻ പറയുന്നത്. അല്ലാതെ ഒരു നിർബന്ധത്തിന്റെ ഒരു കാര്യം ഇഷ്ടപ്പെടാതെ തന്നെ ചെയ്തോളണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. തീരുമാനിക്കാനുള്ള അധികാരവും ഇസ്ലാം വധൂവരന്മാർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. സ്ത്രീകൾക്ക് പ്രത്യേകം ആ അവകാശം വകവെച്ചു കൊടുത്തിട്ടുണ്ട് ഇസ്ലാമിൽ. അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ പിതാവാണെന്ന നിലക്ക് അവരുടെ മേൽ കെട്ടിവെക്കാൻ പാടില്ല. എന്നാൽ സാധാരണഗതിയിൽ ഒരു രക്ഷിതാവ് സ്വന്തം മകനും മകൾക്കും ഉത്തരവാദിത്ത ബോധത്തോടുകൂടി വളരെ കൃത്യമായ നിലക്ക് വിവാഹങ്ങൾ കണ്ടെത്തുകയുള്ളൂ എന്നത് ശരിയാണ്. ഒരു പിതാവും തന്റെ മകൾക്ക് മോശം പുതിയാപ്പളൻ ഉണ്ടാക്കുകയില്ല. അതുപോലെ തന്നെ ഒരു പിതാവും തന്റെ മകന് അനുയോജ്യയല്ലാത്തൊരു വധുവിനെ കണ്ടെത്തുകയില്ല. സ്വാഭാവികമായും മാതാപിതാക്കളുടെ ആ കാര്യത്തിലുള്ള അവർക്കുള്ള അധികാരം വകവെച്ചു കൊടുക്കുന്നതോടൊപ്പം രക്ഷിതാക്കൾ മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് അവർക്കിഷ്ടമില്ലാത്തത് എനിക്ക് മാത്രം ഇഷ്ടാണെന്ന രൂപത്തിൽ നിർബന്ധിക്കാൻ വകുപ്പില്ല. ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ സ്ത്രീ എന്തുകൊണ്ടാണത് എനിക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞത് അത് ശർഈയായ കാരണങ്ങളാണെങ്കിൽ പിന്നെ രക്ഷിതാവിന് ഒരു നിലക്കും അതിനെ എതിർക്കാൻ വകുപ്പില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഈ വൃത്തം ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ തരത്തിലുള്ള വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ഇപ്പൊ പേടിയാണ്. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങൾ പറയുമ്പോ ആ വൃത്തം വികസിപ്പിച്ചിട്ട് പിറ്റേന്ന് പറയും, കണ്ടോ ആപ്പാക്ക് അധികാരമൊന്നുമില്ല എന്നാ പറഞ്ഞത്, അതുകൊണ്ട് എനിക്കൊരുത്തനെ പ്രേമുണ്ട്, അവൻ ആരായാലും വേണ്ടി ഞങ്ങൾ കെട്ടിച്ചേരണം, അല്ലെങ്കിൽ പറ്റൂല എന്നാ പറഞ്ഞത്, അധികാരമുണ്ട് ഞങ്ങൾക്ക് എന്നാ പറഞ്ഞത് എന്ന് ഒരു പെൺകുട്ടിയും ഇത് കേട്ട് തെറ്റിദ്ധരിക്കരുത്. ഒരു രക്ഷിതാവ് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്ന പുരുഷനെ സംബന്ധിച്ച് അഭിപ്രായമില്ലെന്ന് പറയുന്നുവെങ്കിൽ അതിന് കാരണങ്ങളുണ്ടോ എന്ന് നോക്കണം. കുട്ടികൾ അവരുടെ പക്വതയില്ലാത്ത പ്രായത്തിലുള്ള ഒരു സ്ത്രീയോ അതല്ലെങ്കിൽ ഒരു പുരുഷനോ ഒരു കാര്യത്തിലേക്ക് എടുത്തു ചാടുന്നത് പോലെയല്ല, പക്വതയും ജീവിച്ചു പരിചയവുമുള്ള രക്ഷിതാക്കൾ കണ്ടെത്തുന്ന ബന്ധങ്ങളായിരിക്കും എപ്പോഴും നല്ലത് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ
എല്ലാ അധികാരങ്ങളും അവർക്ക് കൊടുത്ത് ഒരു നിലക്കും തനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്തൊരു ബന്ധം കെട്ടിവെക്കാൻ രക്ഷിതാക്കൾക്ക് അധികാരമുണ്ടോ? അതില്ലതാനും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ വാചകങ്ങൾ ദുരുപയോഗപ്പെടുത്തരുത് എന്നാവർത്തിച്ചു പറയുന്നത്. ഇസ്ലാമിന്റെ നിയമങ്ങൾ പറയുമ്പോൾ ഓരോ വശങ്ങളും നമ്മൾ ചിന്തിക്കണം. ഒരു പിതാവും ഒരു മകൾക്ക് നല്ലത് വരരുത് എന്ന് ചിന്തിക്കൂല. അങ്ങനെ ചിന്തിക്കോ ഏതെങ്കിലും ഒരു വാപ്പ എന്റെ മകൾക്ക് കിട്ടുന്ന വരൻ മോശക്കാരനാവണമെന്ന് ചിന്തിക്കോ? ഇല്ല. അപ്പോ ഈ പെൺകുട്ടി അതല്ലെങ്കിൽ തന്റെ മകൾ അല്ലെങ്കിൽ ഈ സ്ത്രീ കണ്ടെത്തിയ ഭർത്താവിന് ഏതെങ്കിലും നിലക്കുള്ള വല്ലാത്ത പ്രയാസങ്ങൾ ഈ രക്ഷിതാവ് കാണുന്നത് കൊണ്ടായിരിക്കില്ലേ അത് വേണ്ടെന്ന് പറയുന്നത്? അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളുടെ പഴുതുകൾ വലുതാക്കാൻ പാടില്ല. എന്നാൽ രക്ഷാധികാരിയാണെന്ന നിലക്ക് ഞാൻ പറഞ്ഞു തന്നെ നടക്കാവൂ, അത് ശരയ്യായ തെറ്റായാലും ഇല്ലെങ്കിലും ഞാനൊന്ന് തീരുമാനിച്ചാൽ അതേവിടെ നടക്കൂ എന്ന രൂപത്തിലുള്ള ദുശ്ശാഠ്യത്തിനും രക്ഷിതാക്കൾക്ക് വകുപ്പില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, ലാ തുൻകഹുൽ അയ്യിമു ഹത്താ തുസ്തഉമറ വലാ തുൻകഹുൽ ബിക്റു ഹത്താ തുസ്തഅദന. ഒരു പെണ്ണും വിധവയായ ഒരു സ്ത്രീയും പ്രായപൂർത്തിയായ ഒരു സ്ത്രീയും അവളോട് ശരിക്കും കൃത്യമായി അവളുടെ കൽപ്പന കിട്ടുന്നത് വരെ അവൾ വിവാഹം കഴിപ്പിക്കപ്പെടരുത്. ഒരു വിവാഹം കഴിഞ്ഞ് മുത്തല്ലഖത്തായി വിവാഹമോചിതയായ ഒരു പെണ്ണ്, അതല്ലെങ്കിൽ ഭർത്താവ് മരിച്ച് വിധവയായ ഒരു സ്ത്രീ, രണ്ടാമത്തെ വിവാഹമാണ്. അവളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അവളുടെ വാക്കാലുള്ള സമ്മതം തന്നെ തേടണം. അവൾ പറയണം എനിക്കിഷ്ടമാണ്, അല്ലെങ്കിൽ എന്നെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തോളൂ. അവളുടേതായ കൽപ്പന കാത്തു നിൽക്കണം, അവളുടേതായ അനുവാദം കാത്തു നിൽക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്. അതേ അവസരത്തിൽ വലാ തുൻകഹുൽ ബിക്റു ഹത്താ തുസ്തഅദന, കന്യകയാണെങ്കിലും അവളോടും അനുവാദം ചോദിക്കപ്പെടണം. കന്യകയാണ്, ആദ്യ വിവാഹമാണ്, ചെറുപ്പക്കാരിയാണ്, അവളാണ് വിവാഹം കഴിക്കപ്പെടുന്നതെങ്കിലും അവളുടെയും രക്ഷാധികാരികൾ അവളോട് സമ്മതമാരായണം. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വകൈഫ ഇദ്നുഹാ, എങ്ങനെയാണ് അവരുടെ സമ്മതം? ഒരു കന്യക പലപ്പോഴും നാണമായിരിക്കുമല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്നെ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നൽ ബിക്റ തസ്തഹി, ഒരു കന്യക പലപ്പോഴും എനിക്കതിന് സമ്മതമാണെന്ന് ആപ്പയോടോ ബന്ധപ്പെട്ടവരോടോ അങ്ങനെ വാചികമായി വാക്കാൽ തുറന്നു പറയില്ലല്ലോ, അവൾക്ക് ലജ്ജയുണ്ടാകില്ലേ? എങ്കിൽ അവളുടെ സമ്മതം എങ്ങനെ കണക്കാക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റിവാഹാ സുംതുഹാ, അവളുടെ തൃപ്തി എന്ന് പറയുന്നത് അവളുടെ മൗനമാണ്. മൗനം സമ്മതം. അൻതസ്കുത, അവൾ മൗനം പാലിക്കുകയാണെങ്കിൽ അത് അവളുടെ സമ്മതമായി കണക്കാക്കപ്പെടണം. അല്ലെങ്കിൽ തല കൊണ്ടാട്ടാണ്, അല്ലെങ്കിൽ അത് എനിക്ക് സമ്മതാണ്, അല്ലെങ്കിൽ അവളെ എതിരൊന്നും പറയുന്നില്ല, മൗനം പാലിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് അവളുടെ സമ്മതം. അതേ അവസരത്തിലൊരു വിധവ, പുനർവിവാഹം ചെയ്യപ്പെടുന്ന ഒരു സ്ത്രീ, അവൾ അങ്ങനെ മൗനം പാലിച്ചിട്ട് കാര്യമില്ല, അവൾ കൃത്യമായി തന്നെ പറയണം എനിക്ക് സമ്മതമാണ്, വിവാഹം കഴിപ്പിച്ചു കൊടുത്തോളൂ എന്നവൾ തുറന്നു പറയണം. എന്നാൽ കന്യക ലജ്ജയും നാണവുമൊക്കെ ഉള്ളതുകൊണ്ട് അവൾ പറയാൻ മടിക്കും. അവളുടേതായ സമ്മതം, അവളുടെ മൗനം പാലിച്ചാൽ തന്നെയും ആ മൗനം സമ്മതമായി പരിഗണിക്കപ്പെടണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തൃപ്തിയില്ലാത്ത വിവാഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ദുർബലപ്പെടുത്താൻ അധികാരം നൽകിയിട്ടുണ്ട്. നമ്മൾ ആലോചിക്കണം, നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ പലരും ഇസ്ലാമിനെ അടിക്കാനുള്ള വടിയായി ഉപയോഗപ്പെടുത്തുന്നത് സ്ത്രീകൾക്ക് യാതൊരു നിലക്കുള്ള സ്വാതന്ത്ര്യവും സ്ഥാനവും മാനവുമൊന്നും നൽകാത്ത മതമാണ് ഇസ്ലാം. സ്ത്രീയെ അടുക്കളയുടെ 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിട്ട മതമാണ് ഇസ്ലാം. അവളെ പർദ്ദയിൽ വരിഞ്ഞു മുറുക്കി സ്വാതന്ത്ര്യം നശിപ്പിച്ച് അവൾക്ക് ഒരു നിലക്കുമുള്ള സ്വാതന്ത്ര്യം നൽകാതെ പീഡിപ്പിക്കുന്ന മതമാണ് ഇസ്ലാമെന്ന് പറയുന്ന ഇസ്ലാം വിരുദ്ധ ശക്തികൾ, അകത്തും പുറത്തുമുള്ള ശക്തികൾ, വാസ്തവത്തിൽ ഇസ്ലാമിനോളം ഒരു സ്ത്രീക്ക് സ്വാതന്ത്ര്യം നൽകിയ, സ്ഥാനം നൽകിയ, ആദരവ് നൽകിയ ഒരു മതം ഇസ്ലാമല്ലാതെ ഇല്ല. പെൺകുട്ടിയാണ് ജനിച്ചതെന്നറിഞ്ഞാൽ വീട്ടിന്റെ അകത്ത് കതകടച്ചിരുന്നിരുന്ന അറബികൾ, ഈ കുട്ടി ജീവിച്ചു വളർന്നാൽ എനിക്ക് അപമാനമാണ്, കാരണം ഒരു പെണ്ണിന്റെ വാപ്പയാണ് അയാള് എന്ന് നാട്ടുകാരറിഞ്ഞാൽ എനിക്ക് അപമാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്
പരിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാമല്ലോ, പെൺകുട്ടിയാണ് കുഞ്ഞെന്ന് അവർക്ക് സുവിശേഷം അറിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മുഖം വാടുന്നു. വല്ല വജുഹു മുസ്വദ്ദൻ വഹുവ കദീം യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി അയുംസികുഹു അലാ ഹൂലിൻ അം യദുസ്സുഹു ഫിത്തുറാബ് സാഅ മാ യഹ്കുമൂൻ. അന്നത്തെ സംസ്കാരമാണ് പറയുന്നത്. പെൺകുട്ടിയാണെന്ന് അറിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരതാ ജനങ്ങളിൽ നിന്ന് മാറി ഒളിച്ചൊരു ഭാഗത്തിരിക്കാണ്. ആ കാലഘട്ടത്തിലുള്ള ജനം, അവരുടെ മനസ്സിലെ അപമാനം, പെണ്ണിന്റെ വാപ്പയാണ് ആളുകൾ പറയുന്നത്, ജനിച്ചത് പെൺകുട്ടിയായി പോയി. പ്രസവിക്കുന്നത് മുഴുവനും പെൺകുട്ടികളെ പ്രസവിച്ച പിന്നെ ആ ഭാര്യയുടെ അടുത്തേക്ക് പോകാറില്ല ഭർത്താക്കന്മാരിനാ ജാഹിലിയ ചരിത്രം പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ടൊരു പെണ്ണ് പാതിരാവിൽ പാടുന്ന പാട്ട് കേട്ടുവെന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അബൂ ഹംസക്ക് എന്തു പറ്റി, എന്റെ അടുക്കൽ ഇപ്പൊ വരുന്നില്ലല്ലോ? എന്താണ് അദ്ദേഹം? ആ പെൺകുട്ടി പാടാണ്, ആ സ്ത്രീ പാടാണ്. മാലിയ ബി ഹംസത ലാ യഅതീന യളല്ലു ഫിൽ ബൈത്തില്ലദീ തലീനാ. അബൂ ഹംസക്ക് എന്താണ് സംഭവിച്ചത്? എന്റെ അടുക്കലേക്ക് ഇപ്പൊ വരാറേ ഇല്ലല്ലോ. ഒരു ഭാര്യ പരിഭവിച്ച് കരഞ്ഞു പാടാണ്. പുതിയാപ്പിളപ്പ് എന്റെ അടുത്തേക്ക് വരുന്നേ ഇല്ല. അടുത്ത വീട്ടിലാ പൊറുക്കുന്നത്, അടുത്ത വീട്ടിലാ താമസിക്കുന്നത്, എന്റെ അടുത്തേക്ക് വരുന്നത് പോലുമില്ല. എന്താണ് വരാത്തത്? ഞാൻ ആൺകുട്ടികളെ പ്രസവിക്കാത്തത് കാരണത്താൽ അയാൾ കോപിച്ചിരിക്കുകയാണ്. നമ്മുടെ കാര്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നടപ്പില്ലെന്ന് അയാൾക്ക് അറിഞ്ഞുകൂടെ? ഞാനെന്ത് ചെയ്യാനാ? മാത്രല്ല ആ കാലത്ത് അന്നാ സഹോദരി അതല്ലേ പാടുള്ളൂ. ഇന്നിപ്പോ കാലം തെളിയിച്ചു കഴിഞ്ഞു. ഒരു കുട്ടിയാണോ പെണ്ണോ ഒക്കെ ആവുന്നതിൽ സ്വാധീനിക്കുന്നത് പെണ്ണല്ല, ഭാര്യയുടെ കാരണത്താൽ അല്ല. ഒരു കുട്ടിയാണോ പെണ്ണോ ആകുന്നത് സ്വാധീനിക്കുന്നത് ആരാണ്? ആണാണ് കാരണക്കാരെന്ന്. അന്നാ സഹോദരി അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് അവർ അത് പാടുമായിരുന്നു. നിങ്ങൾ വരാതിരുന്നിട്ട് എന്താ കാര്യം? നിങ്ങളല്ലേ കാരണക്കാരൻ. നിങ്ങൾക്ക് വെറും പെൺകുട്ടിയെ ഉണ്ടാവുള്ളൂ വിചാരിച്ച് എന്നെ പറഞ്ഞിട്ടെന്താ? ഇന്ന് അത് ചോദിക്കേണ്ട കാലാണ്. ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്, അവരല്ല അതിന് കാരണം. XY ക്രോമസോംസിന്റെ കാര്യങ്ങൾ ഇന്ന് അറിയാത്ത ഒരു കുട്ടികളുമില്ല. എല്ലാ വിദ്യാർത്ഥികളും അത് കൃത്യമായി തന്നെ ശരീരശാസ്ത്രം പഠിക്കുന്നതിന്റെ പ്രാഥമിക പാഠം മുതൽക്ക് തന്നെ അത് മനസ്സിലാക്കുന്നുണ്ട്. ഭ്രൂണശാസ്ത്രം പഠിക്കുമ്പോൾ XY ക്രോമസോംസിന്റെ പരസ്പരമുള്ള ബന്ധത്തിന്റെ മാനദണ്ഡവും അതിൻ്റെതായ കാരണങ്ങളും സ്ത്രീയല്ല, പിന്നെ ആരാ? പുരുഷനിലാണ്. അപ്പൊ ഒരു പെണ്ണ് വെറും ആ പെൺകുട്ടിനെ തന്നെ പ്രസവിക്കുന്നുള്ളതല്ലെങ്കിലും അത് ആണാ കാരണക്കാരൻ. അതൊക്കെ അള്ളാഹു തീരുമാനിക്കുന്നതാണ്, അള്ളാഹുവാണ് നൽകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്ലാം ഒരു കാലഘട്ടത്തിൽ സ്ത്രീക്ക് ജനിച്ചാൽ തന്നെയും ആ സ്ത്രീയെ, കുട്ടിയെ ജീവനോടെ കുഴിച്ചുമൂടണം എന്ന് ചിന്തിച്ച് എത്ര ആളുകളാണ് പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമൂടിയത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, പരലോകത്ത് അവരൊക്കെ വരും. എന്തിനെന്നെ കുഴിച്ചുമൂടിയെന്ന് കുഴിച്ചുമൂടിയവരോട് ചോദിക്കും. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. കുഴിച്ചുമൂടപ്പെട്ട ജീവനോടെ കുഴിച്ചുമൂടപ്പെട്ട പെൺകുട്ടി ചോദിക്കപ്പെടും, എന്ത് പാപത്തിനാണിത് കൊല്ലപ്പെട്ടതെന്ന്. അതിന് ജവാബ് പറയേണ്ടി വരും. ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിക്കാൻ പോലും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറഞ്ഞു, പെൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ആദരിക്കണം. ഹദീസുകൾ നോക്കൂ. ഒരാൾക്ക് പെൺകുട്ടികളാണെങ്കിൽ ആ പെൺകുട്ടിയെ ശരിക്ക് വളർത്തി ഉണ്ടാക്കി പഠിപ്പിച്ച് വിദ്യാഭ്യാസമൊക്കെ നൽകി നല്ലൊരാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക് സ്വർഗ്ഗമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താ പെൺകുട്ടികളുടെ കാര്യത്തിൽ മാത്രം അങ്ങനെ പറയാൻ കാരണം? ആൺകുട്ടികളെ എല്ലാവരും ശ്രദ്ധിക്കും, പെൺകുട്ടികളെ ശ്രദ്ധിക്കൂല. അതുകൊണ്ട് അവർക്ക് പ്രത്യേകം സ്വർഗമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചു. ഒരു പെണ്ണ് ഒന്നുകിൽ ഉമ്മയാണ്, ഉമ്മക്കാണ് പരിഗണന ഏറ്റവും കൂടുതൽ. ഉമ്മ എന്ന പദവിയിലാകുമ്പോൾ സ്ത്രീക്ക് ഏറെ ആദരവ്, ഭാര്യ എന്ന പദവിയിലാകുമ്പോൾ ഏറെ ആദരവ്. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ അവരോട് ഏറ്റവും നല്ല നിലക്ക് വർത്തിക്കണേ. മകൾ എന്ന നിലക്ക് ആദരവ്, സഹോദരി എന്ന നിലക്ക് ആദരവ്, എല്ലാ അർത്ഥത്തിലും ആദരവ്.
സ്വത്തവകാശം തീരെ കൊടുക്കാത്തൊരു കാലഘട്ടത്തിൽ, അവള് മനുഷ്യയല്ല എന്ന് പോലും ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അവൾക്കുമുണ്ട് സ്വത്തവകാശം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. അതിൻ്റെതായ ഉപാധികളോട് അവൾക്കും അത് അനുവദിച്ചു കൊടുത്തു. അവൾക്ക് സംസാരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞു. അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടേണ്ടവളല്ല അവൾ. അവൾക്കിഷ്ടമില്ലാത്ത ഒരാളെ രക്ഷിതാവ് പുതിയാപ്പിളയായി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്കത് റദ്ദ് ചെയ്യാനുള്ള അധികാരം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. അതാ പറയാൻ പോകുന്നത്. ഖൻസാ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അന്ന അബാഹാ സവ്വജഹാ വഹിയ സയ്യിബുൻ ഫകരിഹതു ദാലിക ഫഅതത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫറദ്ദ നികാഹഹു. ഖൻസാ പറയാണ്, ഖൻസാ അന്ന അബാഹാ സവ്വജഹാ, അവളുടെ പിതാവ് അവളെ വിവാഹം കഴിപ്പിച്ചു. അവൾ വിധവയായിരിക്കെ അവൾക്ക് ഒരു വരനെ കണ്ടെത്തി അവളുടെ പിതാവ്. എന്നാലോ അവൾ അവൾക്കത് ഇഷ്ടായില്ല, അവർക്കത് ഇഷ്ടമായില്ല. ഫഅതത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് അവർ ചെന്ന് പരാതി പറഞ്ഞപ്പോൾ ഫറദ്ദ നികാഹഹു, ആ പിതാവ് കഴിപ്പിച്ച നിക്കാഹിനെ വിധങ്ങളങ്ങ് ദുർബലപ്പെടുത്തി, അതുകൊണ്ട് ഒഴിവാക്കി. ഇഷ്ടമില്ലാത്ത ഒരാളെയാണ് എന്റെ പേരിൽ വെച്ച് കെട്ടിയിട്ടുള്ളത് എന്ന് പരാതിയുമായിട്ട് ചെന്നപ്പോ അള്ളാന്റെ റസൂല് വെറുതെ നിക്കാഹ് റദ്ദാക്കൂല, അന്വേഷിച്ചിട്ടുണ്ടാകും. അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു ഈ സ്ത്രീ പറയുന്നതാണ് ന്യായം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വാപ്പ കഴിപ്പിച്ചു കൊടുത്ത നിക്കാഹ് എന്ത് ചെയ്തു? ദുർബലപ്പെടുത്തി, റദ്ദ് ചെയ്തു. ഈ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് ഏതധ്യായത്തിലാ? ബാബു ഇദാ സവ്വജ റജുലു ഇബ്നതഹു വഹിയ കാരിഹ ഫനികാഹുഹു മർദൂദ്. ഏതെങ്കിലും ഒരാള് തന്റെ മകൾക്ക് ഇഷ്ടമില്ലാത്തയാളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ നിക്കാഹ് മർദൂദാണ്, തള്ളപ്പെടണം എന്ന് പറയുന്ന അധ്യായത്തിന്റെ താഴെയാണ് ഇമാം ബുഖാരി ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല മറ്റൊരു സംഭവം, ഒരു യുവതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിച്ചുകൊണ്ട് പറയാണ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്റെ പിതാവ് എന്റെ സഹോദരന്റെ പുത്രനെ കൊണ്ട്, അദ്ദേഹത്തിന്റെ സഹോദരപുത്രനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിച്ചിട്ടുണ്ട്. എനിക്കത് ഇഷ്ടമല്ല, ഞാനതിലത്ര താല്പര്യം കാണിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ താല്പര്യം നിലനിർത്തുവാൻ വേണ്ടി അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനാധികാരം അവൾക്ക് നൽകി. മനസ്സിലാക്കണം നമ്മൾ, അല്ലാഹുവിന്റെ റസൂല് ആ വിഷയത്തിൽ ഇനി തുടരണോ വേണ്ടേ എന്ന തീരുമാനാധികാരം ആർക്ക് കൊടുക്കുന്നു? ആ സഹോദരിക്ക് നൽകുന്നു. ഫഖാലത്ത്, ആ അവസരത്തിൽ ആ സഹോദരി പറയുകയാണ്, ഖദ് അജസ്തു മാ സനഅ ബി, എന്റെ ഉപ്പ ചെയ്തത് ഞാൻ അനുവദിച്ചിരിക്കുന്നു. എനിക്ക് പ്രയാസമൊന്നുമില്ല, ഞാൻ അതിങ്ങനെ തന്നെ തുടർന്നോളാം. പക്ഷേ ഞാനിവിടെ വന്നത് വലാകിന്നറത്തു, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ ഒരു നിലക്കും ഒരു പെണ്ണിന്റെ ഇഷ്ടം തീരെ പരിഗണിക്കാതെ വാപ്പമാരെങ്ങനെ മക്കളുടെ പേരിൽ അവർക്ക് ഇഷ്ടമില്ലാത്തവരെ കെട്ടിവെക്കുന്ന സമ്പ്രദായം അതുണ്ടാകാൻ പാടില്ലെന്ന് വരും കാലത്ത് ലോകത്തെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് ഞാൻ ഈ പരാതിയുമായി വന്നിട്ടുള്ളത്. ഇത് ഞാൻ സമ്മതിച്ചു, എനിക്ക് റദ്ദിയൊന്നും വേണ്ട. പക്ഷെ ഇതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് വരാൻ പോകുന്ന കാലത്തുള്ളൊരു പെണ്ണുങ്ങളും കഷ്ടപ്പെടാൻ പാടില്ല. ഇങ്ങനെ വാപ്പമാർ യാതൊരു നിലക്കും ഒരു പെണ്ണിന്റെ അനുവാദം ചോദിക്കാതെ അവരുടെ തന്നെ വെറും താല്പര്യം പരിഗണിച്ച് അങ്ങനെ കെട്ടിയേൽപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഭാവിയിലുള്ള ഒരു സഹോദരിക്കും ഒരു പെണ്ണുങ്ങൾക്കും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് അതിന്റെ നിയമം പഠിപ്പിക്കാൻ തന്നെയാണ്, ആ നിയമം ഉണ്ടാവാൻ വേണ്ടി തന്നെയാണ് പ്രവാചകരെ അങ്ങയുടെ സമീപത്ത് ഞാൻ പരാതിയുമായി വന്നത് എന്ന് ആ സഹോദരി പറഞ്ഞു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു മാജയിലും അതുപോലെ തന്നെ ഇമാം അഹ്മദിന്റെ മുസ്നദിലും അതുപോലെ തന്നെ നസായിലുമൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കേണ്ടി വരുമ്പോ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് കടമകൾ നിർവഹിക്കാൻ കഴിയൂല. ആ ഭർത്താവിന്റെ ഇംഗിതപ്രകാരം ജീവിക്കാനും വഴങ്ങിക്കൊടുക്കാനും അവൾക്ക് മനസ്സ് വരൂല. കാരണം എന്താ? ഇഷ്ടമില്ലാത്തയാളാണ്. അങ്ങനത്തെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. കാരണം എന്തെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഞാൻ നരകം എനിക്ക് കാണിക്കപ്പെട്ടപ്പോൾ നരകത്തിൽ ഞാൻ അധികവും സ്ത്രീകളെയാണ് കണ്ടത്.
എന്താണ് കാരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു. അവര് പലപ്പോഴും നന്ദികേടിന്റെ വാക്ക് പറയും, ബന്ധങ്ങളെ അവർ നിഷേധിക്കും, ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് നന്ദികേടിന്റെ വാക്കുകൾ പറയും, അനുസരണക്കേടിന്റെ രൂപത്തിലുള്ള പ്രവർത്തനം അവർ പ്രവർത്തിക്കും. അതുകൊണ്ട് നരകാഗ്നിയിൽ ഞാൻ അധികവും സ്ത്രീകളെയാണ് കണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, ഈ രൂപത്തിൽ അവൾ നരകം വിലക്ക് വാങ്ങേണ്ടി വരുന്ന നിലക്കുള്ള ഒരു ദുരിതക്കയത്തിൽ അവൾ എന്തിനു മുന്നോട്ട് പോകണം? അതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത്, എന്ത് ഇഷ്ടമില്ലാത്ത ഒരാളെ ഒരു പെണ്ണിന്റെ പേരിൽ പെരടിയിൽ വെച്ച് കെട്ടരുത്. ന്യായമാണോ അവൾ പറയുന്നത് എങ്കിൽ അതിനെ സമ്മതിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ള കേസുകൾ ആ പറയുന്നത് ബോധ്യമായപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അത് റദ്ദ് ചെയ്തു. തീരുമാനിക്കാനുള്ള അധികാരം ആ സ്ത്രീക്ക് തന്നെ വിട്ടുകൊടുത്തു. ഇത്രത്തോളം സ്ത്രീകൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇസ്ലാം നൽകിയിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ പടച്ചവനെ പേടിയുള്ള അള്ളാഹുവിനെ ഭയമുള്ള നിലക്കുള്ള ഇടപെടൽ ആവശ്യമായ മേഖലയാണ്. അല്ലെങ്കിൽ ആർക്കും പറയാൻ എന്ത് എനിക്കിഷ്ടല്ല, ഓരോ കാരണങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് അതൊക്കെ അള്ളാഹ് അറിയോലോ. ഈ പെണ്ണ് പറയുന്നതിൽ വല്ല ന്യായമുണ്ടോ എന്ന് അള്ളാഹു അറിയുമല്ലോ, അള്ളാഹു മനസ്സ് കാണുമല്ലോ, അള്ളാഹു യാഥാർത്ഥ്യം അറിയുമല്ലോ. രഹസ്യ പരസ്യങ്ങൾ ഒരുപോലെയാണല്ലോ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഇവിടെയും ഈ അനുവാദവും ഒരു ചൂഷണത്തിന്റെ ഉപാധിയാക്കിക്കൊണ്ട് പാപ്പമാര് കഴിച്ച കല്യാണങ്ങൾ പിൽക്കാലത്ത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് റദ്ദ് ചെയ്യാൻ വേണ്ടി കോടതിയെ സമീപിക്കാൻ ഒരു തെളിവ് കിട്ടിയിരിക്കുന്നു എന്ന അർത്ഥത്തിൽ ആരും ന്യായീകരിക്കേണ്ടതില്ല. അവിടെയും സൂക്ഷ്മതയാണ് പ്രധാനം. അള്ളാഹ് അറിയുന്നുണ്ട് ഏതൊരു കേസിലും എന്താണ് യാഥാർത്ഥ്യമെന്ന് അള്ളാഹു അറിയുന്നുണ്ട്. അള്ളാഹു എല്ലാ രഹസ്യങ്ങളും അറിയുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷ്മതയോടെ ഈ രംഗത്തും ഇടപെടണം എന്നാണ് ഇസ്ലാം പറയുന്നത്. അതുപോലെ തന്നെ വിവാഹത്തിന്റെ മുമ്പേ കൂടിയാലോചനകൾ നല്ലതാണ്. ബന്ധപ്പെട്ട ആളുകളോടൊരു മുശാവറ, വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നു, ഇന്നയിടത്തുനിന്ന് ഇന്നയാളുടെ മകളെ അല്ലെങ്കിൽ ഇന്നയാളുടെ സഹോദരിയെ കണ്ടു, അങ്ങനെ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, ഉദ്ദേശിക്കുന്നുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ ഒരു മുശാവറ നല്ലതാണ്. മുശാവറ, ബന്ധപ്പെട്ട ആളുകളുമായിട്ടുള്ള ഒരു അന്വേഷണം. എന്താണ് മുശാവറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിന് കെൽപ്പുള്ള ആളുകളുമായിട്ടായിരിക്കണം മുശാവറ നടത്തേണ്ടത്. ഇമാം നവവി റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, കെൽപ്പുള്ള നിന്റെ കാര്യത്തിൽ ഗുണം കാക്ഷിക്കുന്ന ആളുകളോട് പോയിട്ട് മുശാവറ നടത്തണം. നിന്റെ കാര്യത്തിൽ ഗുണകാംക്ഷയുള്ള, നിന്നോട് സ്നേഹമുള്ള, ജീവിച്ചു പരിചയമുള്ള, നിനക്ക് അവരുടെ ദീനും അവരുടേതായ ആദർശവും അവരുടെ മതബോധവും ഒക്കെ ഇഷ്ടമാണ്, ആ നിലക്ക് നിനക്ക് താല്പര്യമുള്ള വിശ്വസ്തരായ ആളുകളോട് വേണം കൂടിയാലോചന നടത്താൻ. അല്ലാതെ കണ്ടവരോടൊക്കെ പോയിട്ട് എന്താ എന്റെ അഭിപ്രായം എന്ന് ചോദിച്ചിട്ട് യാതൊരു ബുദ്ധിയില്ല, വിവേകമില്ല, ദീനുമില്ല, വിവരമില്ല, ഒന്നുമില്ലാത്ത ആളുകളോട് ഇങ്ങനെ മുശാവറ നടത്തി നടക്കണം എന്നല്ല ഇസ്ലാം പറയുന്നത്. മുശാവറ നടത്താൻ അതിന് പ്രാപ്തിയുള്ള ആളുകളെ നീ കണ്ടെത്തിയിട്ട് അവരുമായിട്ട് കൂടിയാലോചിക്കണം. നല്ല ദീനും തഖ്വയും പടച്ചവനെ പേടിയും കാര്യബോധവും പക്വതയും ജീവിതത്തിന്റെ അനുഭവങ്ങളും, അതുപോലെ തന്നെ നിന്റെ കാര്യത്തിൽ ഒരു അസൂയയില്ലാത്തയാളും നിനക്ക് നല്ലത് വരണം എന്ന ഗുണകാംക്ഷിക്കുന്ന ആളുകളും നിന്നോട് അനുകമ്പയും വാത്സല്യവും ഒക്കെയുള്ള ആളുകളും, അത്തരത്തിലുള്ള ആളുകളോടാണ് നീ ഇത്തരം കാര്യങ്ങളിലൊക്കെ മുശാവറ നടത്തേണ്ടത്. എന്നിട്ട് അവരിൽ നിന്നുള്ള അഭിപ്രായങ്ങളൊക്കെ കിട്ടിയാലോ തീർന്നോ? ഇല്ല, നീ അള്ളാഹുവിനോട് നന്മയെ ചോദിക്കണം, അള്ളാഹിനോട് ഖൈറിനെ ചോദിക്കണം. ഏതൊരു കാര്യത്തിനൊരുങ്ങുമ്പോഴും ഇസ്ലാം പറയുന്നത് ഇസ്തിഖാറ, നന്മ ചോദിക്കുന്ന പ്രാർത്ഥന, നന്മ ചോദിക്കണം, അള്ളാഹുവിനോട് ഖൈറിനെ ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സഹാബിമാരെ എല്ലാ കാര്യങ്ങളിലും ഇസ്തിഖാറത്ത് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുഅല്ലിമു അസ്ഹാബഹു, അവിടുത്തെ സഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അൽ ഇസ്തിഖാറ ഫിൽ ഉമൂരി കുല്ലിഹാ, എല്ലാ കാര്യങ്ങളിലും ഇസ്തിഖാറത്ത് നിർവഹിക്കാൻ, നന്മ ചോദിക്കാൻ അള്ളാഹിനോട് നടത്തുന്ന ഒരു പ്രത്യേക നിസ്കാരവും ദുആയുമാണത്. ഇസ്തിഖാറത്ത് നിസ്കാരം, സ്വലാത്തുൽ ഇസ്തിഖാറ, ഇസ്തിഖാറ നിസ്കാരം, അതല്ലെങ്കിൽ ദുആഉൽ ഇസ്തിഖാറ, ഇസ്തിഖാറത്തിനെ ചോദിച്ചുകൊണ്ട്. ഇസ്തിഖാറ എന്ന് പറഞ്ഞാൽ ഖൈറിനെ തേടീനാണ്. എനിക്കെന്താണ് ഖൈറ് എന്ന് അല്ലാഹ് നിനക്കേ അറിയൂ, നീ എനിക്ക് ഖൈറ് വിധിക്കണേ, എന്നിൽ നിന്ന് ശർറാണെങ്കിൽ ആ ശർറ് നീ തട്ടി നീക്കണേ എന്ന് പറയുന്ന ഇസ്തിഖാറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നടത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
സഹാബിമാരോട് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് എല്ലാ കാര്യത്തിലും. കമാ യുഅല്ലിമുഹുമുസ് സൂറത മിനൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിക്കും പോലെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അത്രത്തോളം പ്രാധാന്യമുണ്ട്. പക്ഷെ നമുക്കറിയാമോ, ഇസ്തിഖാറയുടെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് രണ്ടുപേരും അങ്ങനെ നിസ്കരിക്കാം. ഒരാള് ഒരു സ്ത്രീയെ കണ്ടു, വിവാഹം അന്വേഷിക്കാൻ വേണ്ടി ചെന്നു, പരസ്പരം കണ്ടു, തൃപ്തിപ്പെട്ടു എങ്കിൽ വീണ്ടും അവർക്ക് നിസ്കരിക്കാം. അല്ലെങ്കിൽ കാണാൻ പോകുന്നതിന്റെ മുമ്പ് അള്ളാഹുവിനോട് ഖൈറിനെ ചോദിക്കാം. അല്ലാഹ്, ഞാൻ ഈ കാണാൻ പോകുന്ന ഈ ബന്ധം എനിക്ക് ഖൈറാണെങ്കിൽ വിധിക്കണേ, അല്ലെങ്കിൽ എന്നിൽ നിന്ന് തട്ടി നീക്കണേ. അതല്ലെങ്കിൽ ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഈ ബന്ധം ഇതെനിക്ക് ഖൈറാണോ ഇല്ലേ എന്ന് എനിക്കറിയൂല. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇഷ്ടപ്പെടുന്നതിൽ ഭാവിയിൽ ശർറായിരിക്കും ഒളിഞ്ഞിരിക്കുന്നത്. നാം വെറുത്തതിൽ ഒരുപക്ഷെ ഭാവിയിൽ ഖൈറായിരിക്കും ഒളിഞ്ഞിരിക്കുന്നത്. അല്ലാഹു തആല പറഞ്ഞില്ലേ, അസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും, ഒരു കാര്യത്തെ നിങ്ങൾ വെറുത്തേക്കാം, വാസ്തവത്തിൽ അത് നിങ്ങൾക്ക് എന്താണ്? ഖൈറായിരിക്കും. അതേപോലെ തന്നെ വഅസാ അൻ തുഹിബ്ബു ശൈആ, ചില കാര്യങ്ങളെ, ഒരു കാര്യത്തെ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരായേക്കാം, എന്നാൽ വഹുവ ശർറുൽ ലക്കും, അത് ഭാവിയിൽ നിങ്ങൾക്ക് എന്തായിരിക്കും? ഷെറുവായിരിക്കും. നമുക്കിപ്പോ സന്തോഷം തോന്നുന്നത് കൊണ്ട് ഭാവിയിൽ നമുക്ക് ദുഃഖമായിരിക്കും ഉണ്ടാവുക. ഇപ്പൊ ദുഃഖം തോന്നി, വെറുപ്പ് തോന്നിയ കാര്യത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം അതായിരിക്കും ഭാവിയിൽ ഒരുപക്ഷെ നമുക്ക് നന്മയായി കലാശിക്കുക. വല്ലാഹു യഅലമു, വല്ലാഹു യഅലമു, അല്ലാഹുവാണ് എല്ലാം അറിയുന്നവൻ. വഅൻതും ലാ തഅലമൂൻ, നിങ്ങളോ നിങ്ങൾക്കറിയൂല. നമുക്കിപ്പോഴത്തെ കാര്യം കണ്ടിട്ട് നമ്മൾ തീരുമാനിക്കുക, ഭാവി എന്താകുമെന്നറിയില്ല. അതുകൊണ്ട് ഏതൊരു കാര്യത്തിലും അങ്ങനെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഹമ്മ അഹദുക്കും ബിൽ അംരി, നിങ്ങളിൽ ഒരാൾ ഒരു കാര്യത്തിന് ഉദ്ദേശിച്ചാൽ ഫൽയർക റകഅതൈനി മിൻ ഗൈരിൽ ഫരീള, ഫർള് നിസ്കാരമല്ലാത്ത നിലക്കുള്ള 2 റകഅത്ത് നിസ്കാരം അവൻ സുന്നത്ത് നിസ്കരിക്കട്ടെ. അങ്ങനെ സുന്നത്ത് നിസ്കരിച്ചിട്ട് സുമ്മൽ യഖുൽ, പിന്നീട് അവൻ പറയട്ടെ, അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക വഅസ്അലുക മിൻ ഫദ്ലികൽ അദീം ഫഇന്നക തഖ്ദിറു വലാ അഖ്ദിറു വതഅലമു വലാ അഅലമു വഅൻത അല്ലാമുൽ ഗുയൂബ്. അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു അന്ന സിവാജി, അന്ന ഹാദൽ അംറാനാണ് നബി തങ്ങൾ പഠിപ്പിച്ച്. എന്നാൽ വിവാഹത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അവിടെ നമ്മൾ അന്ന സിവാജി മിൻ ഫുലാന ബിൻതു ഫുലാൻ ഔ ഫുലാൻ ഇബ്നു ഫുലാൻ ഖൈറുൻ ലീ ഫീ ദീനി വമആശി വആഖിബതി അംരി ഫഖ്ദുറുഹു ലീ വയസ്സിറുഹു ലീ സുമ്മ ബാരിക് ലീ ഫീഹി. അല്ലാഹുമ്മ വഇൻ കുൻത തഅലമു അന്ന സിവാജി മിൻ ഫുലാനത ഇബ്നു ഫുലാൻ ഔ ഫുലാൻ ഇബ്നു ഫുലാൻ ശർറുൻ ലീ ഫീ ദീനി വമആശി വആഖിബതി അംരി ഫസ്രിഫുഹു അന്നി വസ്രിഫ്നി അൻഹു വഖ്ദുർ ലീ അൽ ഖൈറ ഹൈസു കാന സുമ്മ റദ്ദിനി ബിഹി. ഇതാണ് ഇപ്പൊ ആ ദുആയുടെ രൂപം. എന്താണ് അതിൽ ചില പദങ്ങൾ നമ്മൾ വ്യത്യാസം വരുത്തിയത്? എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ ഇങ്ങനെ പ്രാർത്ഥിച്ചോ, അല്ലാഹുവേ, നിന്റെ അറിവ് മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ഖൈർ ചോദിക്കുന്നു, നിന്റെ ഖുദ്റത്ത് മുൻനിർത്തിക്കൊണ്ട് നിന്നോടിതാ കഴിവ് ഞാൻ തേടുകയാണ്, നിന്റെ മഹത്തായ ഔദാര്യത്തിൽ നിന്ന് ഞാൻ നിന്നോട് യാചിക്കുന്നു. നീയാണ് എല്ലാം കഴിവുള്ളവൻ, എനിക്കോ കഴിവില്ല. നീയാണെല്ലാം അറിയുന്നവൻ, ഞാനോ അറിവുള്ളവനല്ല. എല്ലാ അദൃശ്യകാര്യങ്ങളും അറിയുന്നവൻ നീയാണ്. അത് പറഞ്ഞിട്ട് പറയാണ്, അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു, അല്ലാഹുവേ, നീ അറിയുന്നുവെങ്കിൽ എന്ത്? ഇന്ന സഹോദരിയുമായ ആ പെണ്ണിന്റെ പേര് പറയാ, അല്ലെങ്കിൽ ആ പുരുഷന്റെ പേര് പറയാ. ആ പേര് പറഞ്ഞിട്ട് ഇന്നയാളുമായിട്ടുള്ള എന്റെ വിവാഹം ഖൈറുൻ ലീ ഫീ ദീനി, എന്റെ ദീനിലും എന്റെ ജീവിതത്തിലും എന്റെ പിൽക്കാല കാര്യങ്ങളിലുമൊക്കെ അത് നല്ലതാണെങ്കിൽ നീ അതെനിക്ക് വിധിക്കണേ, എന്നിട്ട് ആ കാര്യം നീ എനിക്ക് എളുപ്പമാക്കി തരണേ, എന്നിട്ട് അതിൽ നീ ബർക്കത്തും ചൊരിയണേ. കേട്ടോ, ഇതാണ് പ്രാർത്ഥിക്കേണ്ടത്. അതേ അവസരത്തിൽ തുടർന്നുകൊണ്ട് പറയുന്നു, അല്ലാഹുമ്മ വഇൻ കുൻത തഅലമു, യാ റബ്ബേ, നീ അറിയുന്നുവെങ്കിൽ എന്ത്? ഇന്നയാളുമായിട്ടുള്ള എന്റെ വിവാഹം ശർറുൻ ലീ ഫീ ദീനി, എന്റെ ദീനിൽ എനിക്ക് ശർറായിരിക്കും, എന്റെ ജീവിതത്തിൽ അത് ശർറായിരിക്കും, എന്റെ പിൽക്കാലത്തുള്ള എന്റെ കാര്യങ്ങളുടെ പര്യവസാനത്തിലും അത് ശർറായിരിക്കുമെങ്കിൽ ഫസ്രിഫുഹു അന്നീ വസ്രിഫ്നി അൻഹു,
എന്നെ അതിൽ നിന്ന് നീ തിരിച്ചു കളയണമേ റബ്ബേ, അതിൽ നിന്ന് എന്നെയും തിരിച്ചു കളയണമേ. എന്നിട്ട് എവിടെയാണോ ഖൈറുള്ളതെങ്കിൽ അതെനിക്ക് വിധിക്കണേ, എന്നിട്ട് അതിൽ എനിക്ക് നീ സംതൃപ്തിയും പ്രദാനം ചെയ്യണേ. ഇങ്ങനെയുള്ളൊരു പ്രാർത്ഥന എത്ര അർത്ഥവത്തായ മഹത്വമേറിയ പ്രാർത്ഥനയാണ്. സഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചു കൊടുത്തു, സൂറത്ത് പഠിപ്പിച്ചു കൊടുക്കും പോലെ പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. നമുക്കാർക്കെങ്കിലും ഇത് അറിയോ? ഇങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയോ? ഇങ്ങനെ ഒരു നിസ്കാരമുള്ളത് അറിയോ? 2 റക്അത്ത് നിസ്കരിച്ച് ഉളുവെടുത്ത് 2 റക്അത്ത് നിസ്കരിച്ച് ഈ നിസ്കാരത്തിന്റെ ശേഷം കൈ ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് ഈ കാര്യത്തിന് വേണ്ടി മനസ്സ് തട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുക. മനസ്സ് തട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ഈ വിഷയം ഒരാൾക്ക് കാണാതെ അറിയില്ലാന്ന് വിചാരിക്കുക. എന്നാൽ അയാൾക്കൊരു പുസ്തകത്തിൽ നോക്കിയിട്ട് പറയാം, ഒരു പുസ്തകത്തിൽ നോക്കിയിട്ട് പറയാം. പക്ഷെ പറയുമ്പോൾ അതൊരു യാന്ത്രികമാവരുത്. അതിന്റെ ആശയം ഗ്രഹിക്കണം, അർത്ഥം ഗ്രഹിക്കണം. അങ്ങനെ അത് ഏത് പ്രാർത്ഥനക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് മനസ്സിൽ തട്ടണമെന്നുണ്ടെങ്കിൽ എന്താണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത് മനസ്സറിയണം. മനസ്സറിയുന്നത് ആശയം നമുക്ക് ഗ്രാഹ്യമാകുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവൂല. നമുക്ക് മനസ്സിലാകാതെ ചില അറബി പദങ്ങൾ ഉരുവിടുന്നതും അർത്ഥം മനസ്സിലായിക്കൊണ്ടൊരു കാര്യം പറയുമ്പോഴും രണ്ടും 2 നിലക്കുള്ള ചലനങ്ങൾ നമ്മുടെ മനസ്സിൽ അത് സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് നാം പ്രാർത്ഥിക്കണം. ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഇത്തരം കേസുകളിൽ യാത്രക്കൊരുങ്ങുമ്പോഴും വിവാഹത്തിന്റെ സമയത്തുമൊക്കെ ബിംബങ്ങളോട് പോയിട്ട് മുഷാവറ നടത്തിയിരുന്ന അറബികൾ വിഗ്രഹങ്ങളുടെ കൈകളിൽ കൊടുത്തിരുന്ന അമ്പുറകളിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള അമ്പുകോലുകൾ എടുത്ത് ഭാഗ്യപരീക്ഷണം നടത്തിയിരുന്നവർ, പരിശുദ്ധ കഅബാലയത്തിന്റെ അകത്ത് പോലും ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും പേരിൽ വിഗ്രഹത്തെ നാട്ടിക്കുത്തി വച്ചിരുന്നു മുശ്രിക്കുകൾ. ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ബിംബമുണ്ടാക്കിയിട്ട് അവരുടെ കൈകളിൽ ഒരു അമ്പുറയുണ്ടായിരുന്നു. അമ്പുകൾ നിക്ഷേപിക്കുന്ന ഉറ, അതാണ് അമ്പുറ. അതിൽ 3 തരത്തിലുള്ള അമ്പുകൾ അവർ നിക്ഷേപിച്ചിരുന്നു. ഒന്നിന്മേൽ ഇഫ്അൽ നീ ചെയ്തോ എന്നാണ് എഴുതിയിട്ടുണ്ടാവുക, മറ്റൊന്നിൽ ലാ തഫ്അൽ ചെയ്യണ്ട, വേറൊന്നുമൽ 0. എന്നിട്ട് വിവാഹം അന്വേഷിക്കുമ്പോ അല്ലെങ്കിൽ യാത്രക്ക് പുറപ്പെടുമ്പോ ബിസിനസ്സിന് പുറപ്പെടുമ്പോ കഅബക്കകത്ത് കയറിയിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഈ വിഗ്രഹത്തിന്റെ കയ്യിലുള്ളതിലേക്ക് കണ്ടും ചുംബിയിട്ട് ഒരമ്പൂന് വലിച്ചൂരും. എന്നിട്ട് നോക്കും ഇഫ്അൽ എന്നാണോ, എന്നാൽ ഭാഗ്യമാണ്, പോകും, കാര്യം മുന്നോട്ട് പോകും, എല്ലാം വിജയമാണ്. ലാ തഫ്അൽ ചെയ്യണ്ടാനാണോ കിട്ടിയതെന്നാ പോകൂല, ഒന്നും എഴുതാത്ത 0 കിട്ടിയത്, വീണ്ടും ആവർത്തിക്കും ഭാഗ്യപരീക്ഷണം. അതുപോലെ തന്നെ പക്ഷിയെ പിടിച്ചു പറത്തും. ആ പക്ഷിയെ അങ്ങ് പിടിച്ചു പറത്തിയിട്ട് വലതുഭാഗത്തേക്കാണ് പക്ഷി പറന്നുപോയതെങ്കിൽ താൻ ഉദ്ദേശിക്കുന്ന കാര്യം വിജയിക്കും. ഇടത്തോട്ടാണ് പോയതെങ്കിൽ ശകുനപ്പിഴയാണ്, വേണ്ട. ഇങ്ങനെയൊക്കെ തീരുമാനിച്ചിരുന്നൊരു സമൂഹം. അമ്പുകോലുകൾ കൊണ്ട് ഭാഗ്യപരീക്ഷണം നടത്തിയിരുന്നവർ, പക്ഷിയെ പറത്തിയിട്ട് ഭാഗ്യപരീക്ഷണം നടത്തിയിരുന്നവർ, ഇതൊക്കെ ശിർക്കൻ പ്രവർത്തനങ്ങളായിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുകയും അതേ അവസരത്തിൽ ഇതൊന്നുമല്ല നീ മാനദണ്ഡമാക്കേണ്ടത്. നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബിലേക്ക് നീ എല്ലാം തവക്കുലാക്കിയിട്ട് അവനോട് നിന്റെ സങ്കടം നീ പറയണം. അവനോട് നീ പറയണം, തവക്കൽ അലർ റഹ്മാനി ഫീ കുല്ലി ഹജതിൻ അറത്താ ഫഇന്നല്ലാഹ യഖ്ദീ വയഖ്ദുറു. നിന്റെ മുഴുവൻ കാര്യങ്ങളിലും റഹ്മാനായ റബ്ബിലാണ് നീ തവക്കുലാക്കേണ്ടത്. കാരണം അള്ളയാണ് വിധിക്കുന്നത്, അള്ളയാണ് അറിയുന്നത്. നീ ഒരു കാര്യം എത്രത്തോളം മതാമായുരിദുൽ അർശി അംറൻ ബിയബ്ദിഹി യുസിബുഹു വമാലിൽ അബ്ദി മാ യതഖയ്യറു. അള്ളാഹുവിന്റെ അടിമക്കൊരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നടക്കുക. അടിമക്കതിൽ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ല. വഖദ് യഹ്ലികുൽ ഇൻസാനു മിൻ വജ്ഹി അംനിഹി വയൻജൂ ബിഇദ്നില്ലാഹി മിൻ ഹൈസു യഹ്ദറു. ഒരു മനുഷ്യൻ അവന് വലിയ തൃപ്തി തോന്നുന്ന കാര്യങ്ങൾ ചെയ്യും, പക്ഷേ അതവന്റെ നാശത്തിലേക്കായിരിക്കും കലാശിക്കുക. അതേ അവസരത്തിൽ അവന് തൃപ്തിയില്ലാതെ ചില കാര്യങ്ങൾ ഇപ്പോൾ തോന്നുന്നത് അവന് രക്ഷയുള്ള കാര്യങ്ങളായിട്ടായിരിക്കും ഭാവിയിൽ കലാശിക്കുന്നത്. അതൊക്കെ അള്ളയാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അള്ളാനോടാ ചോദിക്കണ്ടേ, അല്ലാതെ വാരഫലം നോക്കുന്ന ജ്യോത്സ്യനോട് പോയിട്ടല്ല. നക്ഷത്രം, എന്റെ നാളും നക്ഷത്രമൊക്കെ നോക്കിയിട്ട് ഈ കല്യാണം നടക്കോ,
ജാതകപ്പൊരുത്തവും നക്ഷത്രവും അതുപോലെ തന്നെ രാഹുവും ഗുളികനും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ മഷിനോട്ടക്കാരും തങ്ങന്മാരും ആ രൂപത്തിലുള്ള ഏതൊക്കെ വിഭാഗത്തിലുള്ള ജ്യോത്സ്യന്മാരും മാരണക്കാരും കവടി നിരത്തുന്നവരും അല്ലാത്തവരും ഭാവി പ്രവചിക്കുന്നവരും കൈനോട്ടക്കാരും അങ്ങനെ പലരും ഇന്ന് സമൂഹത്തിൽ ധാരാളം അവർക്കൊക്കെ മാർക്കറ്റുണ്ട്. മീഡിയകളിലൊക്കെ വാരഫലം പ്രവചിക്കുന്നവർ, നക്ഷത്ര വാരഫലങ്ങൾ നോക്കിയിട്ട് ഭാഗ്യ നിർഭാഗ്യ പരീക്ഷണങ്ങള്, ഭാഗ്യവും നിർഭാഗ്യവും ഒക്കെ പ്രഖ്യാപിക്കുന്നവര് എല്ലാം വ്യാജന്മാര്, എല്ലാം ഇസ്ലാമികമായ വീക്ഷണത്തിൽ മനുഷ്യനെ അബദ്ധങ്ങളിലേക്ക് കൊണ്ടുപോയി ചാടിക്കുന്നവർ, അബദ്ധം പ്രചരിപ്പിക്കുന്നവർ, അബദ്ധങ്ങൾ വിശ്വസിക്കുന്നവർ. ഇതിനൊന്നും ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. ഇസ്ലാം പറഞ്ഞത് നീ ഉളുവെടുത്ത് 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാനോട് നിന്റെ കാര്യം പറയും. എന്നിട്ടെന്താണോ നിനക്ക് തോന്നുന്നതെങ്കിൽ നീ അതങ്ങോട്ട് ചെയ്യ്. ചില ആളുകളൊക്കെ വിചാരിച്ചു രാത്രിയാണ് ഉറങ്ങുന്നതിന്റെ മുമ്പാണ് ഈ ഇസ്തിഹാറ നിസ്കരിക്കേണ്ടത്. സമൂഹത്തിൽ അങ്ങനെ ചില തെറ്റിദ്ധാരണകളുണ്ട്. ഈ നിസ്കാരം നിസ്കരിക്കേണ്ടത് ഉറങ്ങുന്നതിന്റെ മുമ്പാണ്. എന്നിട്ട് ഈ ദുആയും ചൊല്ലി കിടന്നാൽ സ്വപ്നത്തിൽ നമുക്ക് ദർശനം ഉണ്ടാകും. അതൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. സ്വപ്നത്തിൽ എന്താ പറയുന്നത് നോക്കിയിട്ട് നാളെ രാവിലെ തീരുമാനം എടുത്തോന്നൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. നീ ഇങ്ങനെ ചെയ്യാനാ നമ്മളോട് പറഞ്ഞു. എന്നിട്ട് നീ ആ കാര്യം ഇങ്ങോട്ട് ചെയ്യ്. അത് ഖൈറാണെങ്കിൽ നിനക്ക് അള്ള വിധിക്കും, ഷർറാണെങ്കിലോ അതള്ള തട്ടും. അത് നടന്നില്ലെങ്കിൽ നീ വിഷമിക്കണ്ട, നടന്നാൽ വല്ലാതെ സന്തോഷിക്കും വേണ്ട. അള്ളാന്റെ തീരുമാനമാണ്. എനിക്കെന്താണോ ഖൈറ് ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചിട്ടുണ്ട്, അത് നടക്കും. എനിക്കെന്താണോ ഷർറ് അതെനിക്കുണ്ടാവരുതേ ഞാൻ എന്റെ റബ്ബിൽ തവക്കുലാക്കിയിട്ടുണ്ട്, എനിക്കതുണ്ടാവില്ല എന്ന നിലയ്ക്ക് മാനസികമായി ആ സ്വസ്ഥതയോടെയാണ് നീ മുന്നോട്ട് പോകേണ്ടത് എന്ന് ഇസ്ലാം വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. അപ്പൊ അതാണ് ഇസ്ലാമികമായ വീക്ഷണത്തിൽ സുഹൃത്തുക്കളെ. അങ്ങനെ വിവാഹത്തിന്റെ മുമ്പേ പുരുഷനായിരുന്നാലും സ്ത്രീ ആയിരുന്നാലും ഈ നിലക്കുള്ള ഒരു ഇസ്തിഖാറ, അള്ളാഹുവിനോട് ഖൈറിനെ ചോദിക്കുന്ന നിലക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് സുന്നത്താണ്, നല്ലതാണ്. ഏത് കാര്യത്തിലും ഒരാൾക്ക് മനപ്പാടില്ലെങ്കിൽ നോക്കിച്ചുള്ള മനസാന്നിധ്യവും ഭയഭക്തിയും ഒക്കെ. ഇനി ഒന്നുമില്ല, ഒരാൾക്ക് പുസ്തകവും കൈ കിട്ടാനില്ല, ദുആ അറിയില്ല, ഞാൻ ഒന്നുമില്ലെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഈ ദുആയിൽ പറയുന്ന ആശയം അവനവന്റെ ഭാഷയിലാണ് ചോദിച്ചൂടെ? അല്ലാഹ് എനിക്ക് ഏതാ ഖൈർ നിനക്കേ അറിയുള്ളൂ. അങ്ങനെയെങ്കിലും പറയാം ആ ഖൈർ എനിക്ക് വിധിക്ക്. അതല്ല ഷർറാണോ, എനിക്കത് വേണ്ട റബ്ബേ, നിനക്കല്ലേ അറിയൂ. എന്റെ ഇപ്പോഴത്തെ എനിക്ക് സന്തോഷം തോന്നുന്നു, പക്ഷെ ഭാവി എന്താണെന്ന് നിനക്കറിയാലോ. എനിക്കിപ്പോഴാണ് വേണ്ടാന്ന് തോന്നുന്നു, പക്ഷെ ഭാവി എന്താന്ന് നിനക്കറിയാം. ഒരു തീരുമാനം റബ്ബേ നീ എന്റെ വിഷയത്തിൽ നീ എനിക്ക് എന്റെ തീരുമാനം എടുത്തു തരണേ എന്ന റഹ്മാനായ റബ്ബിനോട്, എല്ലാം അറിയാവുന്ന നാഥനോട്, അതാണ് അവന്റെ മുമ്പിലാണ് നമ്മളത് സമർപ്പിക്കേണ്ടത് എന്നാണ്. ആ രൂപത്തിൽ ഇസ്ലാം അങ്ങനെ നമുക്കൊരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇനി സുഹൃത്തുക്കളെ, ഇഷ്ടമായി കഴിഞ്ഞാൽ അങ്ങനെ വല്ല ഹദിയയും കൊടുക്കാമോ? അതൊരു സംശയമായിട്ട് പലപ്പോഴും ആളുകൾ ചോദിക്കാറുള്ളതാണ്. ഒരു സ്ത്രീയെ കണ്ടു, ഇഷ്ടപ്പെട്ടു, വിവാഹം കഴിക്കാന്ന് ഉറപ്പിച്ചാൽ എന്തെങ്കിലും ഒരു ഹദിയ, ഒരു ഗിഫ്റ്റ്, ഒരു മധുരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ നിലക്കോ എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കാൻ പാടുണ്ടോ? അങ്ങനെ കൊടുക്കുന്നതിന് വിരോധമില്ല എന്നാണ്. കൊടുക്കുന്നതിന് വിരോധമില്ല, ഇതൊരു ഹറാമാണെന്നതിന് നമുക്ക് തെളിവൊന്നുമില്ല. എന്നാൽ ആ വിഷയത്തിൽ അങ്ങനെ അനുവദനീയാണെന്ന് പറഞ്ഞ ആ പഴുതാണ് വലുതാക്കിയിട്ട് അതൊരു ചടങ്ങാക്കുക, എന്നിട്ട് അതിന്റെ പേരിൽ ഒരുപാട് ദൂർത്തടിക്കുക. ചില ആളുകളൊക്കെ ഡയമണ്ടൊക്കെ കൊടുക്കുക. എന്ത് ഇഷ്ടപ്പെട്ടു എന്നുള്ളതിനും അവനാന്റെ പൊങ്ങച്ചം കാണിക്കാനേ. അപ്പൊ പിന്നെ എന്തേരി കുഞ്ഞ് വരാൻ പോണ സംഗതി എന്നുള്ളതിലുള്ള സൂചന. കണ്ട് ഇഷ്ടപ്പെട്ടപ്പോഴേക്കെന്നെ കൊടുത്ത എത്രയാണ്? 4 ലക്ഷത്തിന്റെ ഡയമണ്ടാണെന്നൊക്കെ പറയും. 4 ലക്ഷത്തിന്റെ ഡയമണ്ട് കണ്ടിഷ്ടപ്പെടുമ്പോഴേക്ക് അങ്ങനെയുള്ള ദൂർത്തും പൊങ്ങച്ചവും അതല്ല. അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന നിലയ്ക്ക് ആ അറിയിപ്പിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്നത് തെറ്റല്ല. ഇനി അങ്ങനെ കൊടുത്ത ആ വസ്തു അത് നടന്നില്ലെങ്കിൽ തിരിച്ചു വാങ്ങാമോ? പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച നടന്നിട്ടുണ്ട്. അങ്ങനെ തിരിച്ചു വാങ്ങാമോ? മൊത്തത്തിൽ ഇസ്ലാമിന്റെ നിയമം എന്താണ്? ഒരു ഹദിയ, ഒരു ദാനം ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുത്താൽ തിരിച്ചു വാങ്ങൽ ഹറാമാണെന്നാണ് മൊത്തത്തിൽ ഇസ്ലാമിന്റെ വിധി. ഒരാൾക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടൊരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ചു വാങ്ങാൻ പാടില്ല. മൊത്തത്തിലുള്ള വിധി ഇസ്ലാം ഇവിടെ പഠിപ്പിച്ചു. ഒരാൾക്കും തന്നെ ലാ യഹില്ലു ലിറജുലിൻ, ഒരാൾക്കും അനുവദനീയമല്ല ഒരു ഹദിയയോ അല്ലെങ്കിൽ ഒരു ദാനമോ നൽകിയിട്ട് അത് തിരിച്ചു വാങ്ങൽ. ഒരു പിതാവിന് തന്റെ മകന് കൊടുത്തത് വേണമെങ്കിൽ തിരിച്ചു വാങ്ങാം. നബിന്റെ കാലത്ത് തന്നെ ഉണ്ടായി. ഇഷ്ടദാനം കൊടുത്തു ഒരു മകന്, മറ്റു മക്കൾക്ക് കൊടുക്കാതെ കൊടുത്തു. അള്ളാന്റെ റസൂലിന്റെ കോടതിയിൽ കംപ്ലൈന്റ് എത്തി. നബി തങ്ങൾ ചോദിച്ചു, വേറെ മക്കളുണ്ടോ? ഉണ്ട്. എല്ലാവർക്കും ഇതുപോലെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ തിരിച്ചു വാങ്ങണമെന്ന് പറഞ്ഞു. അത് പിതാവിനുള്ള വേറൊരു വിഷയമാണ്, ഞാനിപ്പോൾ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. ആ അനുവാദമുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റേതൊരു ഹദിയയും ആ നിലയ്ക്ക് ഇസ്ലാം പറയുന്നത് എന്താണ്?
ഒരു ദാനം കൊടുത്തിട്ട് പിന്നീട് അത് തിരിച്ചു വാങ്ങുന്നത് ഛർദിച്ചത് വീണ്ടും തിന്നുന്ന നായക്ക് സമാനമാണ്. നായ വയറ് നിറയെ തിന്നു, ഛർദിച്ചു, എന്നിട്ട് വിഷമപ്പോ പിന്നെ ആ ഛർദിച്ചതിനെ പിന്നെ നായ തിന്നു. ഇതിന് സമാനമാണ് നമ്മൾ ഇഷ്ടപ്പെട്ട് കൊടുത്തിട്ടുള്ള ഒരു ഹദിയ തിരിച്ചു വാങ്ങൽ. ഇത് പൊതു നിയമം. എന്നാൽ പണ്ഡിതന്മാർ ഇവിടെ പ്രത്യേകമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. എന്ത്? ഇതിൽ ഏറ്റവും സുചിന്തിതമായ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് കുറെ ചർച്ചകൾ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ നടത്തിയിട്ട് അവസാനം പറയണവർ റാജിഹു. ഇതിൽ നമുക്ക് പരിഗണിക്കപ്പെടാവുന്ന അഭിപ്രായങ്ങളിൽ വളരെ പ്രധാനമായത്, വിവാഹം അന്വേഷിച്ച പുരുഷന്റെ ഭാഗത്ത് നിന്നാണ് വിവാഹം നടക്കാതിരിക്കാൻ കാരണമുണ്ടായതെങ്കിൽ ഫലൈസ ലഹു റുജൂഉ വൽ മുതാലബ ബിഹദായാഹു, അയാൾ കൊടുത്തതൊന്നും തിരിച്ചു വയ്ക്കാൻ അയാൾക്ക് അവകാശമില്ല. അയാളുടെ കാരണത്താലാണ്, ഞാനാണ് കൊടുത്തത്, ഞാനാണ് വിവാഹം നടത്തേണ്ടെന്നും പറയുന്നത്, എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞ് ഞാനാ ഒഴിവാകുന്നത്, എങ്കിൽ തിരിച്ചു വാങ്ങൽ നിഷിദ്ധമാണ്. എന്നാൽ വൈൻകാനൽ ഫസ്ഖു ബിനൽ മഖ്തൂബ, ആ പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്നാണ്, ആ സ്ത്രീയുടെ ഭാഗത്ത് നിന്നാണ് ഈ നടക്കാതെ പോകുന്നതെങ്കിൽ, ബന്ധം നടക്കാതെ ദുർബലപ്പെടുന്നതെങ്കിൽ ഫലഹുൽ മുതാലബത്തു ബിദാലിക, അയാൾക്ക് തിരിച്ചു ചോദിക്കാൻ അവകാശമുണ്ട്. കാരണം എന്താണ്? അയാൾ ആ ഗിഫ്റ്റ് കൊടുത്തത് കേവലം ഒരു ഗിഫ്റ്റ് എന്ന നിലക്കല്ല. അങ്ങനെയാണ് മറ്റുള്ളവർക്ക് അയൽവക്കത്തൊന്നും കൊടുത്തിട്ടില്ലല്ലോ, അയൽവക്കത്തെ വീട്ടിലൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ ഗിഫ്റ്റ് കൊടുത്തതെന്തിനാ? അവളെ വധുവായിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അയാളുടെ മനസ്സിലൊരു പകരം അവളെ വധുവായി കിട്ടണം എന്ന ഉദ്ദേശത്തോടുകൂടി നൽകിയിട്ടുള്ള ദാനമാണത്. അതുകൊണ്ട് അത് നടക്കാതെയായാൽ, അതെന്താണ്, ആ വിവാഹം നടക്കുന്നില്ലെങ്കിൽ ജാസ ലഹു റുജൂഉ ഫിൽ ഹിബ, ആ കൊടുത്തത് തിരിച്ചു ചോദിക്കാൻ അയാൾക്ക് അനുവാദമുണ്ട്. നിർബന്ധമൊന്നുമില്ല, വാങ്ങിക്കൊള്ളണമെന്നൊന്നുമില്ല, വിട്ടുകൊടുക്കുകയാണെങ്കിൽ നല്ലത്, അല്ല വേണമെങ്കിൽ ഇയാൾക്ക് ഹറാമൊന്നുമല്ല, ആ നിലക്കാണെങ്കിൽ വാങ്ങാം എന്നഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും സുഹൃത്തുക്കളെ, ഇത്തരം കാര്യങ്ങളൊക്കെ ഇസ്ലാമിന് എല്ലാ രംഗത്തേക്കും നിയമങ്ങളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും സമൂഹത്തിന്റെ നാട്ടാചാരങ്ങൾക്കല്ല, ഇസ്ലാമികമായ കാര്യങ്ങളിൽ പ്രമാണങ്ങൾക്കാണ് നമ്മൾ തെളിവുകളിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും നേരിന്റെ പാതയിൽ തന്നെ ജീവിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. പല കുട്ടികളും പ്രായമുള്ളവരും പലരും അസുഖബാധിതരായി കിടപ്പിലുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും സമ്പൂർണമായി ശിഫ നൽകി അനുഗ്രഹിക്കണമേ നാഥ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും അവരെയും നീ കാത്ത് രക്ഷിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.